ഹലോ മുത്തുമണീസ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഷോർട്ട് വീഡിയോയിൽ നമ്മുടെ ബെസ്റ്റ് വരുന്നുണ്ടെന്ന്. പിന്നെ എന്താണ് ഈ വീഡിയോ വൈകാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടിച്ച പനിയൊക്കെ ആയിരുന്നു. എൻ്റെ സൗണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ വന്ന് വേഗം ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള തയ്യാറെടുപ്പിൽ ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ കനലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ വന്നപ്പോൾ ഇവർ വേഗം ഫ്രഷ് ആവാൻ വേണ്ടി കയറി പിന്നെ വീട്ടിലേക്കൊക്കെ ഒന്ന് വിളിക്കാനൊക്കെ നിന്നു കേട്ടോ. പിന്നെ നമ്മൾ താഴേക്ക് ഇറങ്ങി വന്ന് ചിരട്ടക്കനലൊക്കെ നല്ല കനലായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ ചിക്കനൊക്കെ വെച്ച് നല്ല രസമായിട്ടുള്ളൊരു മസാലയൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ഫബി വീടിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ നമ്മുടെ ബുഖാരി റൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് നല്ല സലാഡ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ സാൽസ ചട്നിയും അതുപോലെ നമ്മുടെ മയോണൈസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും എനിക്ക് ചുമയുടെ ഒരു പ്രശ്നം കേട്ടോ, സൗണ്ട് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ വളരെ റിസ്ക് എടുത്താണ് സംസാരിക്കുന്നത് കേട്ടോ. ചുമ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ എൻ്റെ ബെസ്റ്റിയെ നിങ്ങൾക്ക് കാണണ്ടേ. ഞാനിപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ കിണുങ്ങി വരുന്നുണ്ട്. ഇതെൻ്റെ ബെസ്റ്റിയാണ് കേട്ടോ. ദുബായിൽ ഞങ്ങളില്ലാത്ത കറക്കങ്ങളില്ല. എല്ലാ വീക്കെൻഡും ഞങ്ങൾ അടിച്ച് പൊളിക്കും. എന്തൊരു സുന്ദരനാന്ന് നോക്കി അവനെ കാണാനായിട്ട്. ഇപ്പോൾ ഷാറൂഖ് ഖാൻ്റെ ചെറിയൊരു ചായയൊക്കെ ഉണ്ട് കേട്ടോ ആളെ കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. രണ്ടുപേരും ഭയങ്കര രസമാണ് കേട്ടോ. ഞങ്ങൾ രണ്ടാളും കൂടെ കൂടിക്കഴിഞ്ഞാൽ അന്ന് രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ എണീറ്റപ്പോൾ ഞാനും അൻവറും കൂടെ, അൻവർ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ. അൻവറും ഇപ്പോൾ വന്നിട്ടുള്ളത് അൻവറിൻ്റെ വൈഫും മോനും ഉപ്പയും ഉമ്മയും കൂടെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയി. അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം തിരുവില്ലാമലയിലെ പുനർജനി നൂഴുന്ന ഒരു ചടങ്ങുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലത്തൊരൊരിക്കൽ ഹൈന്ദവാചാരപ്രകാരം അവർ ചെയ്ത പാപങ്ങളൊക്കെ കഴുകി കളയുക എന്നുള്ളതാണ് ഈ ഒരു പുനർജനി നൂഴുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് വ്രതമൊക്കെ അനുഷ്ഠിച്ചിട്ടാണ് ഇവർ. പണ്ടൊക്കെ എന്ന് വെച്ചാൽ നല്ല തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് അത്ര തിരക്ക് ഫീൽ ചെയ്തതായിട്ട് തോന്നുന്നില്ല കേട്ടോ. രണ്ട് സൈഡിലും ഈ എന്താ പറയുക, പൊരിയും മുറുക്കും അതുപോലെ തന്നെ എന്താ പറയുക, ഹൽവയൊക്കെ വെക്കുന്ന ആൾക്കാരും കളിപ്പാട്ടങ്ങൾ വെക്കുന്ന ആൾക്കാരും പിന്നെ നമ്മളുടെ നല്ല നല്ല ഷോ പീസസ് വെക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങളിങ്ങനെ നടക്കരുത്. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല കളർഫുള്ളായിട്ടുള്ള കുടങ്ങളല്ലേ, നല്ല രസമായിട്ടുണ്ട് കാണാനായിട്ട്. അത് ചെയ്തതൊക്കെ ആരാന്നറിയില്ല, നല്ല ഭംഗിയുണ്ട് എന്തായാലും ചെയ്തതൊക്കെ കാണാനായിട്ട്. നല്ല കളർഫുള്ളായിരുന്നു. അതുകൊണ്ട് കുറേ നേരം ഞാനതിനെ തന്നെ നോക്കിയിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പുനർജനി നൂഴുന്ന ആ ഗുഹയുടെ ഭാഗത്തേക്ക് ഞങ്ങളൊന്ന് പോയി നോക്കി. പിന്നെ നോക്കുന്ന സമയത്ത് അവിടെ കുറേ തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ദൂരം അങ്ങോട്ട് പോയിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് തന്നെ പോകുന്നത്. വേഗം വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഫബി നല്ല നൈസ് പത്തിരിയും നല്ല വെജ് കുർമയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ. അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്തത് എന്താ പരിപാടിയെന്ന് ചോദിച്ചപ്പോൾ അൻവറിൻ്റെ വൈഫ് ചിന്നു, ശരിക്കുള്ള പേര് ഹെൽന എന്നിട്ട്, അവളും എൻ്റെ വൈഫും കൂടെ പുറത്തോട്ട് പോയി മാർക്കറ്റിലൊക്കെ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ വേഗം തോട്ടത്തിലോട്ടൊക്കെ ഇറങ്ങി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബെസ്റ്റ് ഉണ്ടല്ലോ, ബെസ്റ്റിയുടെ പേര് അയാൻ അൻവർ എന്നാണ് കേട്ടോ. അതേ നിൽക്കുന്നു. അപ്പോൾ അവന് റബ്ബർ ടാപ്പ് ചെയ്യുന്നത് കാണണം, പശുക്കളെ കാണണം, അങ്ങനെ കാടിൻ്റെ ഉള്ളിൽ കൂടെ നടക്കണം, എസ്റ്റേറ്റ് കാണണം, അങ്ങനെ ഒരുപാട് കാര്യമുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവൻ പറഞ്ഞു നമുക്ക് ഇവിടെയൊക്കെ കറങ്ങാം, അവർ പോയിട്ട് മാർക്കറ്റിലൊക്കെ പോയിട്ട് വരട്ടേന്ന്. അങ്ങനെ ഞാനും അൻവറും നമ്മുടെ അയാനും കൂടെ ഇതേ കാട്ടിലൂടെയും എസ്റ്റേറ്റിലൂടെയൊക്കെ നടന്ന് അവന് പശുവിനെ പരിചയപ്പെടുത്തി കൊടുത്ത്, റബ്ബർ എടുക്കുന്നത് കാണിച്ചു കൊടുത്ത്, റബ്ബർ ഷീറ്റാവുന്നത് കാണിച്ചു കൊടുത്ത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളങ്ങനെ നടക്കുന്ന സമയത്ത് ഈ ഒരു കാന്താരി മുളകിൻ്റെ ഒരു ചെടി നിൽക്കുന്നുണ്ട്. അതിന് കുറച്ച് കാന്താരി മുളകൊക്കെ പൊട്ടിച്ച്, കാടായതുകൊണ്ട് തന്നെ അയാൻകുട്ടന് നടക്കാൻ പറ്റാത്തതുകൊണ്ട് അൻവർ അവനെ തോളിലെടുത്ത് വെച്ച് അങ്ങനെ നടന്നു വരികയായിരുന്നു കേട്ടോ. അങ്ങനെ തിരിച്ചങ്ങനെ വരുന്ന സമയത്ത് കുറച്ചും കൂടെ നമ്മളുടെ തോട്ടത്തിൻ്റെ ഈ ഒരു സൈഡിലെത്തിയപ്പോൾ കുറച്ച് കാട് കുറവുണ്ട്. അപ്പോൾ അവിടെയൊക്കെ അങ്ങനെ എത്തുന്ന സമയത്ത് ഈ സംഭവം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പീച്ചിങ് ഇഷ്ടം പോലെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലെ സാധനം ഉണങ്ങിയതിന് ശേഷം നമ്മൾ പിന്നെ കുളിക്കുമ്പോഴൊക്കെ മേലൊരക്കാനൊക്കെ ഉപയോഗിക്കുമല്ലോ ആ സാധനം. അങ്ങനെ നമ്മൾ കാടിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ നടന്ന് ഏകദേശം നമ്മൾ ചേട്ടൻ്റെ വീട് ചെയ്ത് പോകണം. അപ്പോൾ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സ് എൻ്റെ വീട്ടിലൊക്കെ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ അത് മാത്രം നമ്മുടെ ആ വീട്ടിൽ ആര് വന്നാലും നമ്മൾ കാണിച്ചു കൊടുക്കണോ, അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാനും അയാനും കൂടെ കപ്പ പറിക്കാനുള്ള പരിപാടിയില്ല. അപ്പോൾ സുബ്രേട്ടൻ്റെ പറമ്പിൽ കയറിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കപ്പ പറിക്കാൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ അവൻ ഏതാണ് സുബ്രേട്ടൻ എന്നോട് ചോദിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ എത്തിയതിന് ശേഷം കൈക്കോട്ട് എടുത്തിട്ട് ഞാനത് ഇങ്ങനെ കിളക്കുന്നത് കണ്ടപ്പോൾ അയാൻകൂട്ടൻ്റെ ഒരു ആഗ്രഹം ഞാനും ചെയ്യട്ടെ. അവൻ കുറേ നേരം എന്നോട് ഇങ്ങനെ കെഞ്ചി നിന്ന് ഞാനും ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ പിന്നെ അവസാനം ഞാൻ അവൻ്റെ കയ്യിൽ കുറച്ച് നേരം കൈക്കോട്ടൊന്ന് കൊടുത്തിട്ടോ. ചുമ എന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, അതാണ് എൻ്റെ സംസാരം ഇങ്ങനെ കേട്ടോ, ഒന്നും തോന്നല്ലേ. അങ്ങനെ അവൻ എൻ്റെ അടുത്തേക്ക് വന്ന് കൈക്കോട്ടൊക്കെ പിടിച്ചിട്ട് ഞാനും കൂടെ സപ്പോർട്ട് ചെയ്തിട്ട് അവൻ അങ്ങനെ പറിക്കാൻ തുടങ്ങിയിട്ട് അവൻ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ അവിടെ ഉള്ളപ്പോൾ ഇതുപോലെ തന്നെ വീക്കെൻഡൊക്കെ പുറത്ത് പോകുന്ന സമയത്ത് മീൻ പിടിക്കാൻ പോകുമ്പോഴും അതുപോലെ തന്നെ മല കയറാൻ പോകുമ്പോഴും ഒക്കെ ഇവൻ കൂടെ ഉണ്ടാകും. ഇവൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് ആളുകൾ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവരുടെ ഇടയിൽ
ഞങ്ങളുടെ ഇടയിലത്തെ ഒരാളായിട്ട് തന്നെ അയാളും നിൽക്കാറുണ്ട് കേട്ടോ. അത്ര രസമാണ്. അവൻ ഭയങ്കരമായിട്ട് എല്ലാവരോടും മിങ്കിൾ ചെയ്യും. അതുപോലെ തന്നെ വളരെ ആക്റ്റീവാണ് ആൾ. നമ്മൾ എന്താണോ ചെയ്യുന്നത് അതെല്ലാം നന്നായിട്ട് നോക്കി കണ്ടുപിടിച്ച് അതുപോലെ ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. ചെറിയൊരു കുഞ്ഞെന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് അവനെ നമുക്ക് ഏത് തരത്തിലും നമുക്ക് അവനെ ഉൾക്കൊള്ളിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു മൈൻഡാണ് കേട്ടോ. അവൻ്റെ നല്ല ബുദ്ധിയാണ് കുഞ്ഞിന്. അപ്പോൾ മാഷാ അല്ലാഹ് നല്ല കുട്ടിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ബെസ്റ്റ് അവൻ തന്നെയാണ്. അവിടുന്ന് ഇതുപോലെ നമുക്ക് എന്ത് വിഷമം വന്നാലും സങ്കടം വന്നാലൊക്കെ ഭയങ്കര ഇതാണ്. ഇപ്പോൾ എൻ്റെ ഉമ്മ മരിച്ചിട്ട് വരുന്ന സമയത്ത് ഇതുപോലെ തന്നെ എയർപോർട്ടിലേക്ക് എന്നെ കൊണ്ടുവന്നാക്കി തരുമ്പോൾ ഇവനുണ്ടായിരുന്നു. അങ്ങനെ അവൻ ഞാൻ കരയുന്നത് കണ്ടപ്പോൾ എന്നെ നോക്കിയിട്ട് കരയിക്കാൻ എനിക്ക് സങ്കടം വരുന്നു, എൻ്റെ തൊണ്ടയിലൊക്കെ വേദന വരുന്നു. അതൊക്കെ മനസ്സറിഞ്ഞ് പറയുന്ന പോലെ ഈ ചെറിയ കുഞ്ഞുങ്ങൾക്ക് അപ്പോൾ നമ്മളോടുള്ള സ്നേഹം തന്നെയാണ് അതൊക്കെ കേട്ടോ. ഭയങ്കര സ്നേഹമാണ്. ഇപ്പോൾ ഞങ്ങൾ നടക്കുമ്പോഴും അവൻ എൻ്റെ അടുത്ത് നിന്ന് വിട്ടു പോകില്ല, എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു എൻ്റെ ബെസ്റ്റി എന്ന് പറഞ്ഞത് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇതാണ് എൻ്റെ ബെസ്റ്റി കേട്ടോ. ശരിക്കും എനിക്കും ഭയങ്കര ബുദ്ധിമുട്ട് വീക്കെൻഡിലൊക്കെ ഇവനെ കാണാണ്ടിരിക്കുക, അതല്ലെങ്കിൽ ഇവനായിട്ടൊരു കറക്കമില്ലാണ്ടിരിക്കുക, അതല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടെ പോയിട്ട് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കും. അതൊന്നും ഒരാഴ്ച ചെയ്തിട്ടില്ലെങ്കിൽ ഭയങ്കര സങ്കടമാണ്. അപ്പം ഞാൻ അവനോട് എൻ്റെ ഉപ്പാട് അൻവറിനോട് തന്നെ പറയും നീ അവനെ കൊടുന്ന് കാണിക്കുമെന്ന് പറയുമ്പോൾ അങ്ങനെ ഇവർ അജ്മാനും ഞാൻ ഷാർജയിലുമാണ് താമസിക്കുന്നത്. എന്നാലും ഞങ്ങൾ കാണും. ആഴ്ചയിൽ 3-4 തവണ ഞങ്ങൾ കാണും, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. വീക്കെൻഡിൽ ഞങ്ങൾ കറങ്ങാൻ പോകും. അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മളുടെ ലൈഫ് അവിടുത്തെ ദുബൈയിലത്തെ എന്ന് പറയുന്നത്. അപ്പോൾ അവന് കപ്പക്കിഴങ്ങൊക്കെ കണ്ടപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായിട്ടാണ് കാണാനായിട്ട്. അങ്ങനെ അത് പൊന്തി വരുന്നത് കാണാനും ഇതെന്തോരം വലിപ്പം ഉണ്ടാവും ഉള്ളിൽ നോക്കാൻ. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ നല്ല ക്യൂരിയോസിറ്റി ആണല്ലോ കാണാനായിട്ട്, ഇതെങ്ങനെയാണ് സംഭവം എന്നൊക്കെ ഉള്ളത് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ അവനും ഭയങ്കര ഇഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് ഒരെണ്ണം പറിച്ചപ്പോൾ അത് പോരാന്ന് പറഞ്ഞ് അടുത്ത ഒരെണ്ണം കൂടെ പറിക്കാൻ വേണ്ടി പോകണം. അങ്ങനെ അതൊക്കെ പറിച്ച് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഫബിയും ചിന്നും കൂടെ, അതായത് അൻവറിൻ്റെ ഭാര്യയും കൂടെ പുറത്തൊക്കെ പോയി വന്നിട്ട് അവർ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ചോറും ചിക്കൻ എന്താ പറയുക ചിക്കൻ കറിയും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിക്കാനായിട്ട് ഞങ്ങൾ വന്ന് അപ്പോഴത്തേക്ക് ഞങ്ങൾ വിളമ്പി വെക്കുമ്പോഴത്തേക്ക് ഞങ്ങളെല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. കുളിച്ച് കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നു. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പ്ലാൻ എന്താണെന്നുള്ളത് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് അവർക്ക് നമ്മളുടെ തിരുവില്ലാമലയിൽ കുത്താമ്പുള്ളി ഉണ്ടല്ലോ, കുത്താമ്പുള്ളിയിലൊക്കെ പോകണം, ഹാൻഡ്ലൂം ഐറ്റംസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം, എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ വാങ്ങിക്കണം, അങ്ങനെയൊക്കെയുള്ള ഓരോ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളുടെ ലഞ്ച് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ നെയ്ച്ചോറും ചിക്കൻ കറിയും കാട പൊരിച്ചതായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു, സൂപ്പറായിട്ട് എല്ലാവരും കഴിച്ചു. എല്ലാവർക്കും മാഷാ അല്ലാഹ് ഫുഡൊക്കെ നല്ല ഇഷ്ടമായിട്ടാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ അയാൻകുട്ടനൊക്കെ റെഡിയായി വന്ന് ഞങ്ങളിതേ പുറത്ത് പോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിൽ നിൽക്കുകയാണ് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ പോയത് AR സിൽക്സിലാണ് പോയത് കേട്ടോ. അതായത് ഒരുപാട് നിങ്ങൾ ഫേമസ് ആയിട്ട് ഇൻസ്റ്റയിലൊക്കെ ഇഷ്ടംപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് സീരിയൽ നടന്മാരും നടിമാരും സിനിമാ നടന്മാരൊക്കെ വന്നിട്ട് ഡ്രസ്സ് എടുക്കുന്ന ആ ഷോപ്പിലേക്ക് പോയി. അവിടെ പോയിട്ട് കുറച്ച് നേരം ഡ്രസ്സൊക്കെ എടുത്ത് കഴിഞ്ഞ് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ട് അതൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബില്ലൊക്കെ പേ ചെയ്തതിന് ശേഷം അവർ ഞങ്ങൾക്ക് ട്രീറ്റൊക്കെ തന്നിട്ട് ഒരു ടീ പാർട്ടി ചായയും പലഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കുടിക്കാൻ വേണ്ടി ഞങ്ങൾ താഴേക്ക് അവർ കൊണ്ടുപോയിട്ട് അവർ ബില്ലൊക്കെ പേ ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയത് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ പോയിട്ട് ചായ കുടിക്കാനിരുന്നു. ചായ കുടിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് പലഹാരങ്ങളൊക്കെ തന്ന് അതൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ ചീരക്കുഴി ഡാം കാണാൻ വേണ്ടി പോയിട്ട്. ചീരക്കുഴി ഡാം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ നിന്നും ഏകദേശം ഒരു 1.5 കിലോമീറ്റർ കഷ്ടിയേ ഉള്ളൂ കേട്ടോ. അവിടെ പോയിട്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴത്തേക്ക് അൻവറിൻ്റെ ഉപ്പാക്ക് കോള് വന്നുകൊണ്ടേയിരുന്നു. അവൻ്റെ വീട്ടിലേക്ക് എത്രയും പെട്ടെന്ന് എത്തണം, അവർക്ക് കുറച്ച് കൃഷിയൊക്കെ ഉണ്ട്, അടുത്ത പമ്പ് സെറ്റിന് എന്തോ പ്രോബ്ലം വന്നിട്ടുണ്ട്, അപ്പോൾ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്, അപ്പോൾ അതെന്തായാലും വരണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആകെ ടെൻഷനായിട്ടാണ് ചീരക്കുഴി ഡാമൊക്കെ കാണുന്നത്. പിന്നെ വേഗം വന്ന് അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടി കുറച്ച് ചക്കൊക്കെ ഇട്ട്, ചക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂത്തിട്ടൊന്നും ഇടിയൻ ചക്കയാണ്. പിന്നെ കൊണ്ടുപോകാനുള്ള കപ്പക്കിഴങ്ങൊക്കെ എടുത്ത് കാറിൽ വെച്ച് കുറച്ച് ചെടികളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചിന്നു കുറച്ച് റോസാ ചെടി വേണമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ അതെല്ലാം എടുത്ത് അവർ യാത്രയാവുകയാണ് കേട്ടോ. എങ്കിലും ഈ 2 ദിവസം ഞങ്ങൾ ശരിക്കും ആസ്വദിച്ചു എല്ലാം.